ഹായ്. ഇന്ന് ശുഭദിനമല്ല കേട്ടോ, ഗുഡ് ഈവനിങ് ആണ് നേരുന്നത്. കാരണം ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ വൈകുന്നേരം ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ സമയത്തിട്ടാ റീച്ച് കൂടിയാലോ, ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പലരും ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നതെന്ന് എൻ്റെ കൂട്ടുകാർ ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, നീ ഇത്ര സീരിയസ് ആണോ, നീ എങ്ങനെ ഇത്ര സീരിയസ് ആയത്? അപ്പം ഞാൻ എന്നെ അറിയാത്തവരോടായിട്ട് പറയുകയാണ്, ഞാൻ സീരിയസ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനേ അല്ല. ഞാൻ വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ഗൈയാണ്. അങ്ങനെ ആരുമായിട്ടും അങ്ങനെ സീരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളൊന്നും എൻ്റെ ഈ 34 വർഷത്തെ ജീവിതത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. മാക്സിമം ഞാൻ ഫണ്ണി ആയിട്ടുള്ള സംസാരം മാത്രമേ സംസാരിക്കുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വല്ലാതെ റെഫർ ചെയ്യാൻ പോയിട്ടോ അല്ല. കാരണം എനിക്ക് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. എനിക്ക് ഒരു വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ ലൈവായിട്ട് വീഡിയോ എൻ്റെ മനസ്സിൽ ആ ആശയത്തെക്കുറിച്ചിട്ടുള്ളത് സംസാരിക്കും, അത്രയേ ഉള്ളൂ. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഈ സംഭവം തുടങ്ങിയിരിക്കുന്നത്. കാരണം എൻ്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് സംസാരിക്കണം എന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ സംസാരിക്കാനുള്ള ഒരു സ്പേസ് എനിക്ക് വേറെ എവിടെയില്ല. അപ്പം ഞാൻ തന്നെ അത് സ്വയം ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് യൂട്യൂബിൽ. അപ്പോൾ എൻ്റെ ഒരു സാറ് ചോദിച്ചു, അരുൺ, സംവരണം പോലൊരു വിഷയത്തെക്കുറിച്ച് നീ വീഡിയോ ചെയ്യുമ്പോൾ നിനക്കത് പഠിച്ചിട്ട് ചെയ്തുകൂടായിരുന്നു ചോദിച്ചു. അപ്പോൾ ഞാനത് പഠിച്ചിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പൊളിറ്റിക്സ് ആവും. ഏത് വിഷയമാണെങ്കിലും ശരി, നമ്മൾ പഠിച്ച് അത് വേറൊരു ആൾക്കാർ ആ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ അതിനെക്കുറിച്ചൊരു ടോപ്പിക്ക് അത് എഴുതുമ്പോൾ അത് ചിലപ്പോൾ അവർക്ക് ഒരാളോട് ഒരു വശത്തോട് ചായ്വുണ്ടെങ്കിൽ ആ രീതിയിലേക്കായി പോകും. അപ്പം ഞാൻ അതല്ലേ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ അതല്ല നിങ്ങളിലോട്ട് എൻ്റെ വീഡിയോകളിൽ കൂടി തരാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അതിലുള്ള അറിവ് മാത്രം. അപ്പോൾ അതും ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് വായിക്കുകയൊന്നുമല്ല. ആ വിഷയത്തിനെക്കുറിച്ചിട്ടുള്ള എനിക്കുള്ള അറിവ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ലൈവായിട്ട് സംസാരിക്കാറ്. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഞാൻ സീരിയസ് ആണ്. പുറമേ ഞാൻ കോമഡി കാണിക്കുമെങ്കിലും ഉള്ളിൽ ഞാൻ ഭയങ്കര സീരിയസ് ആണ്. അപ്പോൾ അതെൻ്റെ കൂട്ടുകാരന്മാരറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഈ വീഡിയോ കണ്ട് ചിലപ്പോൾ ഞെട്ടുണ്ടാവും. അപ്പോൾ ഉള്ളിൽ ഞാൻ എല്ലാ കാര്യത്തെക്കുറിച്ചും അത്യാവശ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇതെൻ്റെ കൂട്ടുകാരന്മാർക്കുള്ള ഒരു അറിവാണ്. കാരണം ഞാൻ ആദ്യം ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മാസം ആയെങ്കിൽ ഇത്രയും കാലം ഞാൻ ആർക്കും അയച്ചു കൊടുത്തില്ല. ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് തുടങ്ങിയെന്ന് പോലും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ എവിടുന്ന് 56 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളതെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. 2 പേരെ ഞാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരനെയും ഭാര്യയും, എൻ്റെ അയൽക്കാരാണ്. അതല്ലാതെ ഞാൻ ആരെയും പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആരൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് ചെയ്തിരിക്കുന്നത്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഈ 56 പേരായത് ആരൊക്കെയാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പരിചയത്തിൽ എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ ഫാമിലിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കമൻറ്റ് ചെയ്യല്ലോ. താങ്ക് യു. അതറിയാനൊരു ആഗ്രഹം എനിക്കുണ്ട്. താങ്ക് യു വെരി മച്ച്.